സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളുടെ സന്നിധാനത്തിൽ വന്നിരുന്നപ്പോഴാണ് അള്ളാന്റെ റസൂൽ ഒരു ചോദ്യം ചോദിച്ചത്. സഹാബ, കമ്പില്ലാത്ത ഒരു മരത്തിന്റെ പേര് നിങ്ങൾക്കറിയുമോ? സഹാബാക്കൾ മരന്ന് കേട്ടപ്പോ അങ്ങനെ ഒരുപാട് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടിയില്ല. അവസാനം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് ഈത്തപ്പന മരമാകുന്നു. പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, വാപ്പാ, എനിക്ക് ഇതിന്റെ മറുപടി അറിയായിരുന്നു, ഞാനത് പറയാതിരുന്നതാണെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പൊന്നാരമനെ, ഈജത് പറഞ്ഞിരുന്നെങ്കിൽ ആ സദസ്സിൽ ഈ വാപ്പാക്ക് എന്തൊരു അഭിമാനായിരുന്നു, എന്റെ കുട്ടി അത് പറഞ്ഞിക്കാണെങ്കിൽ എന്ത് ഇജത് പറയാഞ്ഞേ, അനക്കത് അവിടുന്ന് പറഞ്ഞിടാന്നില്ലേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, വാപ്പാ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്റെ വാപ്പയാകുന്ന ഉമറും ഇരിക്കുന്ന സദസ്സിൽ അത് പറയാൻ എനിക്ക് ലജ്ജയാകുന്നു. അതാണ് നമ്മളെ മക്കളെ നമ്മൾ ശരിക്കും പഠിപ്പിക്കേണ്ടത്. ഒന്നാമത്തെ അദബിലെ ഒന്നാമത്തെ ലജ്ജ. ഇത് നമ്മളിതിന് നേരെ എതിരില്ല പഠിപ്പിക്കുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുക. ഫസ്റ്റ് നമ്മൾ പഠിപ്പിക്കേണ്ട ലജ്ജയില്ലാത്ത ഒരു പെരുമാറ്റം മക്കളിൽ നിന്ന് കണ്ടാൽ പിന്നേക്ക് വെക്കാതെ അപ്പോൾ തന്നെ പറഞ്ഞേക്കണം. ലജ്ജ ഇസ്ലാം ദീന്റെ അസ്ലാണ്. ദുന്യാവിൽ മാത്രമല്ല, അത് ആഖിറത്തിനും വേണ്ടി വരുന്ന സാധനമാണ് ലജ്ജ. ലജ്ജയുള്ള മനുഷ്യനെ ശിക്ഷിക്കാൻ അല്ലാഹു ലജ്ജിക്കുന്നതാണെന്ന് ത്വാഹ റസൂലുള്ളാഹി. അത് ആഖിറത്തുക്കും വേണ്ടതാണ്. ലജ്ജയുള്ളവരെ ശിക്ഷിക്കാൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദുൽമ് തന്റെ ഭാര്യയുമായി അവൻ മണിയറ പങ്കിടലും ഭാര്യയുമൊത്തുള്ള രഹസ്യങ്ങൾ പരസ്യമാക്കലുമാകുന്നു എന്ന് വിശുദ്ധനായ നബി. ഞാൻ എന്റെ ഭാര്യയുമായി ഇന്നലെ ബന്ധപ്പെട്ടു എന്ന് പറയൽ കറാഹത്ത്, ബന്ധപ്പെട്ടതിന്റെ രൂപം പറയൽ ഹറാമ്. ലോണം കേട്ടോളി. ഇന്നലെ ഞാൻ എന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു എന്ന് പറയൽ കറാഹത്താണ്. ബന്ധപ്പെട്ടതിന്റെ രൂപം പറഞ്ഞാൽ ഹറാമുമാകും. സ്വന്തം ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹയാഇന് ഇസ്ലാമിൽ അത്രയും വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് കുട്ടികളെ ശരിക്ക് ഹയാവ് പഠിപ്പിക്കണം. ഞമ്മക്കും വേണം, നമ്മളെ കുട്ടികളെ നമ്മളെ ഹയാവ് പഠിപ്പിക്കണം. അദബുകളാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. എല്ലാ അദബും ഈമാനുമ കണക്ട് ചെയ്ത എല്ലാ വിഷയവും നമുക്ക് നിസ്സാരീകാരം. ലജ്ജ നിസ്സാരമായതിന്റെ കാരണം അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി. 73 കാര്യങ്ങൾ ഈമാനുമ കണക്ട് ചെയ്തിട്ടുണ്ടാവും. 73 കാര്യങ്ങൾ. ദീനിന്, ഇസ്ലാം ദീനിന്, ഈമാനിന് 73 ചില്ലാനം, 73 ശാഖകളാണ്. ഈമാനിന് 73 ശാഖയാണ്. അതിൽ ഏറ്റവും വലുത് ലയാഹയാവുമാണ്. അതിൽ ഏറ്റവും ചെറുത് ഇമാതത്തുൽ അദാ അനിത്വരീഖ്, വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകളെ നീക്കലാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നമ്മളെ കാറ്, നമ്മളെ ബൈക്ക്, നമ്മുടെ ബസ്, നമ്മുടെ മോട്ടോർ സൈക്കിള് ഒരു കടക്കാരന്റെ മുന്നിൽ വഴിതടസ്സം ചെയ്യുന്ന രൂപത്തിൽ തന്നെ പാർക്ക് ചെയ്തുങ്ങാണ്ട് വന്നിട്ട് ഈമാൻ പ്രസംഗിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഈമാന്റെ അടയാളാണ് വയ്യൊഴിവായി കൊടുക്കല്. ഈമാൻ കണക്ട് ചെയ്തൊക്കെ പരിശോധിച്ചോളൂ നിങ്ങള്. ബഹുമാനപ്പെട്ട ശമാഇലു തുർമ, ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിന്റെ ശുഅബുൽ ഈമാനിൽ, ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിൽ, ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരിയിലൊക്കെ ഈമാനിന് 73 ശാഖകളുണ്ടെന്ന് പറഞ്ഞ ഹദീസിന്റെ തഫ്സീറില് ഈമാന്റെ 73 ശാഖ എണ്ണിയിട്ടുണ്ട്. അന്നവാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാനിൽ പെട്ടതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്തിന് ആരെ കാത്തുന്നാലും വൃത്തിയാക്കാൻ ആരെയും കാത്തു നിൽക്കരുത്. അത് ഈമാനുമ കണക്റ്റഡാണ്. ഏത് വിഷയത്തിന് ആരെ നമ്മൾ കാത്തുന്നാലും കുഴപ്പമില്ല. കസാലടാൻ ആരെ കാത്തുന്നാലും കുഴപ്പമില്ല, ബെഞ്ചിടാൻ ആരെ കാത്തുന്നാലും കുഴപ്പമില്ല. വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വൃത്തിയാക്കാൻ ആരെയും കാത്തു നിൽക്കരുത്. അത് ഈമാനിൽ കണക്റ്റഡാണ്. അന്നവാഫത്തു മിനൽ ഈമാൻ,
വൃത്തി ഈമാനിന്റെ ഭാഗമാണെന്ന് നമ്മൾ പറയുകയും ചെയ്യുക. നമ്മുടെ വീടിന്റെ പിൻവശം കൊതുവളർത്തൽ കേന്ദ്രമാവുകയും ചെയ്താൽ ഈ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇസ്ലാം ദീൻ പ്രമാണങ്ങളല്ല, മുഅ്മിനിന്റെ ജീവിതമാകുന്നു. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ ഏടിലുണ്ടായിട്ട് കാര്യമൊന്നുമില്ല, മുഅ്മിന്റെ ജീവിതത്തിൽ വേണം. ഈമാൻ കണക്ട് ചെയ്തതിനൊന്നും നമ്മൾ ആരെയും കാത്തിക്കരുത്. മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ദൈഫഹു ശഫീഉനാ റസൂലുള്ളാഹി. ആർക്കെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടെങ്കിൽ അഥവാ ഈമാൻ ഉണ്ടെങ്കിൽ ഫൽയുക്രിം ദൈഫഹു, അവൻ വിരുന്നുകാരനെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ വീട്ടിൽ ഒരാളെ കല്യാണത്തിന് ക്ഷണിക്കേണ്ടത് അവനെ ആദരിക്കാൻ ഒഴിവുണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ക്ഷണിക്കേണ്ടതില്ല. സ്വീകരിക്കാൻ ആളുകളെ ഏർപ്പാട് ചെയ്യുന്ന സമീപനം ശരിയല്ല. വീട്ടിക്ക് വരുന്ന ആളെ സ്വീകരിക്കാൻ ഞമ്മക്ക് ഒഴിവുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഇല്ലെങ്കിൽ വിളിക്കണ്ട. സ്വീകരണത്തിന് ആളെ ഏർപ്പാട് ചെയ്യുന്നത് ശരിയായ സമീപനമല്ല. വിരുന്നുകാരനെ സ്വീകരിക്കൽ ഈമാനിൽ കണക്റ്റഡ് ആകുന്നു. അങ്ങനെ തന്നെ ഇങ്ങനെ ഈമാനോ കണക്ട് ചെയ്ത എല്ലാ സംഗതിയും പരിശോധിച്ചേക്ക്. മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടെങ്കിൽ അവൻ ഖൈറിനെ പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പോ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ള ഒരാൾ ചെയ്യേണ്ടത് മിണ്ടാതിരിക്കലാണ്. പറയാണെങ്കിൽ ഖൈറായിരിക്കണം. ആ ഹദീസ് ശരിക്കും അങ്ങനെയാണ്. നോക്കി, മൻകാന യുമിനു ബില്ലാഹി, ഒരാൾ അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിലും വിശ്വാസമുണ്ടെങ്കിൽ, ഫൽയഖുൽ ഖൈറൻ, ഒന്നുകിൽ അവൻ ഖൈറിനെ പറയട്ടെ, ഔ ലിയസ്മത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. മനുഷ്യന്റെ അസ്ല് മിണ്ടാതിരിക്കലാണ്, സംസാരിക്കലല്ല. അപ്പോ സംസാരിക്കുകയാണെങ്കിൽ ഖൈർ പറയണം. ഖൈർ പറയാൻ പറ്റുമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കേണ്ടതില്ല. കാരണം അസ്ലം തന്നെയാണ് മിണ്ടാതിരിക്കലാണ്. മിണ്ടാതിരിക്കണം. അഥവൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം. ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ട അഥവാണ്. സൈക്കോളജിയൊക്കെ മാറ്റിച്ചല് ഇതന്നെ സൈക്കോളജി അറിയണത്. പാരന്റിങ് സൈക്കോളജി എന്ന് പറഞ്ഞത് വളരെ പ്രധാനമാണ്. നമ്മൾ പഠിച്ച സൈക്കോളജി ഒന്നല്ല സൈക്കോളജി. സൈക്കിയെ കാണാതെയുള്ള സൈക്കോളജിയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അത് ഇനി പഠിച്ചിട്ടൊരു കാര്യമില്ല. സൈക്കി എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ആത്മാവ് എന്തെന്നറിയാത്തവരുടെ സൈക്കോളജിയാണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ആത്മാവെന്താണെന്നറിഞ്ഞ മദീനയിലെ മാണിക്യമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൈക്കോളജി പഠിക്കും. അതുകൊണ്ടേ കാര്യമുള്ളൂ. അതാണ് പ്രധാനം. അഥവാണ് കുട്ടികൾക്ക് ഒന്നാമതായി പഠിപ്പിക്കേണ്ടത്. വാപ്പയാകാൻ എളുപ്പമുണ്ട്, ഉമ്മയാകാൻ എളുപ്പമുണ്ട്. വാപ്പി ഉമ്മയായി തുടരാൻ അല്പം പ്രയാസമുണ്ട്. ഏതുവരെ തുടരണം? കുട്ടി മരിക്കുന്നത് വരെ വാപ്പായിരിക്കണം, ഉമ്മ ആയിരിക്കണം. വാപ്പി ഉമ്മ മരിക്കുന്നത് വരെ ആയാ പോരാ. വാപ്പയും ഉമ്മയും മരിക്കുന്നത് വരെ വാപ്പി ഉമ്മയായാ പോരാ. കുട്ടി മരിക്കുന്നത് വരെ വാപ്പയായിരിക്കണം, ഉമ്മയായിരിക്കണം. ദേശം പ്രയാസം ഉണ്ടാവും. ഇതിന് കുറച്ച് പ്രയാസം ഉണ്ടാവും. അത് പഠിപ്പിച്ചാലൊക്കെ ക്ലിയറാണ്. പഠിക്കാനല്ല പഠിക്കാനുള്ളത്, സംസാരിക്കാതിരിക്കാനാണ് പഠിക്കാനുള്ളത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഒരു കുട്ടി സംസാരിച്ചു തുടങ്ങുന്നുണ്ടെന്നാണ് പഠനം. വെച്ചെന്നെ ഒരു കുട്ടി ഫുഖറാഇനോടുള്ള ആജ്ഞ വളർത്തല, ഇതു കാണുവാൻ ഇന്നിബിനുവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ. റൂമുകാരും വേറെ വരും കൊണ്ട് ഉപകാരമില്ല. ഭർത്താവ് വരുമ്പോൾ ഭാര്യ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ തന്നെ കൊട്ടങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ കയറി വന്നു ഒരു തിരുമിയത് സമയത്ത് ചോദിക്കാവുന്നതാണ്. തീരെ ചോദിക്കാൻ പറ്റൂല എന്നല്ല. മൊത്തത്തിൽ പറയുമ്പോ അറിയണ ഒരു കാര്യം രണ്ടാമത് ചോദിക്കല് കളിയാക്കലാണ്. അത് പരിഹാസമാണ്. ആ ഒരു ഒറ്റ വർത്തമാനം മതി എനിക്ക് കഴിച്ചിലാകാൻ.
അങ്ങനെയാണ് പോയിട്ടാണ് മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് വിവരം പറഞ്ഞതും ബിലാൽ റളിയല്ലാഹുവിനെ വിലക്ക് വാങ്ങി സ്വതന്ത്രനാക്കുന്നതും. അഹദിയ്യത്ത് ഒരു മനുഷ്യന്റെ ശക്തിയാണ്. ഒരാളുടെ ഏറ്റവും വലിയ ശക്തി അഹദിയ്യത്താണ്. എന്നാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവവും ജോഡിയാണ്. കൈ രണ്ടെണ്ണാണ്, കാല് രണ്ടെണ്ണാണ്, മൂക്ക് രണ്ടെണ്ണാണ്, കണ്ണ് രണ്ടെണ്ണാണ്, ചെവി രണ്ടെണ്ണമാണ്. രണ്ടെണ്ണമില്ലാത്ത രണ്ട് അവയവങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ നാവും മറ്റൊന്ന് നമ്മുടെ ഗുഹ്യവുമാകുന്നു. ആ രണ്ട് കാര്യത്തിൽ ഒരാൾ എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ അവമനുലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം വാങ്ങിക്കൊടുത്തോളാം എന്ന് അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി. അഹദിയ്യത്തിന്റെ രണ്ട് അവയവം സൂക്ഷിക്കാം എന്നൊരാൾക്ക് ജാമ്യം നിൽക്കാൻ പറ്റുമെങ്കിൽ ഓന് ഞാൻ സ്വർഗം വാങ്ങിക്കൊടുത്തിട്ട് തന്നെ അടങ്ങുള്ളൂ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗുഹ്യം അഹദിയ്യത്തിന്റെ മേൽ അറിയിക്കുന്ന അവയവാണ്. അന്ന് വൈകുന്നേരം അബ്ദുൽ ഗസാലി എന്ന ജ്യേഷ്ഠൻ വന്നപ്പോ ഉമ്മ പറഞ്ഞു, മോനെ, നിന്റെ അനുജൻ ഈ നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ പള്ളിയിലെ അറിയാലോ, ഈ പള്ളിയിലേക്ക് ഇറാഖിലെ മസ്ജിദിലെ ഖുതുബ സ്ഥാനം കോളേജിലെ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചു. ഇറാഖിന്റെ പ്രാന്തപ്രദേശത്തുള്ള മസ്ജിദ് തൂസ് എന്ന പള്ളിയിൽ പോയി അത്യാവശ്യത്തിന് മാത്രം സംസാരിച്ച് 2 കൊല്ലം ഇരുന്നതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് എഴുതിയ കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. അവിടുന്ന് പുറത്തേക്ക് വന്നിട്ട് എഴുതിയതാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബ്. ഇഹിയയിലുണ്ട് എന്ന് പറഞ്ഞു കേട്ടില്ല ഞങ്ങള്? അതന്നെ, ആ ഇഹിയ അവിടുന്ന് പുറത്തേക്ക് വന്നിട്ട് ഇറങ്ങിയതാണ്. നാവടങ്ങിയാൽ ജീവിതം മാറും, ഉറപ്പ്. 24 മണിക്കൂർ സമയത്തേക്ക് ഒരാൾ അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ എന്ന് തീരുമാനിച്ചാൽ 25ാമത്തെ മണിക്കൂർ മുതൽ അയാളുടെ ജീവിതം മാറിയിരിക്കുമെന്നത് 100%. 99 അല്ല, 100% ഗ്യാരണ്ടിയാണ്. നമ്മളെ നാവാണ് നമ്മളെ പ്രശ്നം. ഇത് കുട്ടികൾക്ക് നാവ് നിയന്ത്രിക്കാൻ ശരിക്കും പഠിപ്പിക്കണം. TV വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. കൈ ചൂണ്ടി വർത്തമാനം പറയുന്ന കുട്ടി നമ്മളെ കുട്ടി ആവാതിരിക്കാൻ ശ്രമിക്കണം. കൈ ചൂണ്ടി എല്ലാരും മുമ്പിലും പറയാൻ പറ്റൂല. കൈ ഒതുക്കി വെച്ച് പറയാനും ആംഗ്യം കാണിച്ച് പറയാനും കഴിയണം. എല്ലാവർക്കും മുമ്പിലും കൈ കൊണ്ട് ആംഗ്യം കാണിച്ച് സംസാരിക്കാൻ പാടില്ല. ഉസ്താദിന്റെ മുമ്പിൽ കൈ കൊണ്ട് ആംഗ്യം കാണിച്ച് സംസാരിക്കാൻ പാടില്ല. വാപ്പ ഉമ്മയുടെ മുമ്പിൽ കൈകൊണ്ടായും കാണിച്ച് സംസാരിക്കാൻ പാടില്ല. എല്ലാരും മുമ്പിലും പറ്റൂല. അത് നമ്മൾ അദബാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, വേറെ ഒന്നും പഠിപ്പിക്കണ്ട. അതൊക്കെ ടിവിന്ന് കിട്ടിയതാ. ആ പോയി ഈ വന്നു എന്നൊക്കെ പറഞ്ഞാണ്ട് അതിന് പഠിച്ചതാണ്. ഒക്കെ ഇന്ന് പഠിക്കണതാ കൈ കൊണ്ടുള്ള. അന്ന് കുട്ടികളെ മദ്രസിലൊക്കെ സ്കൂളിലൊക്കെ പരിശോധിച്ചു പഠി. കുട്ടികളെ ആംഗ്യം കാണിക്കാതെ സംസാരിക്കൂല. അതൊരു മോശമായ സമീപനാണ്. അദബുകൾ എല്ലാരും മുമ്പിലും അദബ് എന്ന് പറഞ്ഞ അതിന്റെ കാരണം എന്താണെന്നറിയുമോ? പഠിക്കാം, ആണുങ്ങൾ പഠിക്കണം, എല്ലാ വിഷയം പെണ്ണുങ്ങൾക്ക് പഠിക്കാം. ആത്മാവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയാണ് ഏറ്റവും കൂടുതൽ ആത്മാവിനെ കുറിച്ച്, റൂഹിനെ കുറിച്ചുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു സംഗതിയാണ് നബിയും ആയിഷ ബീവിയും തമ്മിലുള്ള വിവാഹം. എന്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവി വിവാഹം ചെയ്തത്? കൂട്ടത്തിൽ ഓർമ്മ വന്നപ്പോ പറയാന്നുള്ളേ ഉള്ളൂ. ഇൽമിൽ യഥാർത്ഥത്തിൽ ഒരു ലൈംഗികതയുണ്ട്. ഇൽമിൽ ഒരു ലൈംഗികതയുണ്ട്. ഇല്ലെങ്കിൽ ആയിഷ ബീവിയെ നബി തങ്ങൾ ചെയ്തത് ബാലപീഡനമാവും. അത് നമ്മൾ ശരിക്കും പഠിക്കണമെങ്കിൽ ആയിഷ ബീവിനെ എങ്ങനെ പഠിച്ചാൽ കിട്ടും. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസിന്റെ ഉസ്താദാണ് ആയിഷ ബീവി. മുഫസ്സിരിങ്ങളുടെ നേതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ. നബിതങ്ങളും ആയിഷ ബീവിയും തമ്മിലുള്ള വിവാഹത്തിന്റെ രഹസ്യം ശരിക്ക് പഠനം നടത്തേണ്ട കാര്യമാണ്. അപ്പോ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞോളാം. ആയിഷാബിന്റെ നഫ്സുൽ ഫിത്ര ഞാൻ പറഞ്ഞത്. ശുദ്ധ പ്രകൃത ഞാൻ ഒന്ന് വിശദമായിട്ട് അപ്പൊ പറയാന്ന് പറഞ്ഞതാണ്.
രണ്ടാമത് ഒരാളുടെ ശുദ്ധ പ്രകൃതം കഴിഞ്ഞാൽ പിന്നെ അവൻ കടക്കുന്ന ഈ തൊലബിന്റെ മനസ്സിൽ പരാജയപ്പെട്ടവനാണ് യഥാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ച കുട്ടിയാണത്. ഞാൻ ഉദാഹരണ സഹിതം പറയാം. നമ്മുടെ കുട്ടികൾ വന്നിട്ട് ചോദിക്കും, വാപ്പാ ഇതെന്താണ്? അപ്പൊ ശൈത്താൻ രണ്ട് നിലക്ക് പ്രവർത്തിക്കുകയില്ലേ. നമ്മൾ ഇത് മോനെ AC ആകുന്നു എന്ന് പറയുമ്പോഴേക്ക് കുട്ടി വാപ്പ ഇതെന്താന്ന് ചോദിക്കും. അപ്പൊ ഇതിന്റെ മറുപടി അവനെ ശൈത്താൻ കേൾപ്പിച്ചില്ല. അതിന് പകരം ശൈത്താൻ എന്ത് ചെയ്തു? അടുത്ത ചോദ്യം കൊണ്ടുവന്നു. അവിടെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അവിടെ മോനെ ഇത് AC ആകുന്നു കേട്ടോ, അത് ഫാനുമാകുന്നു എന്ന് പറയണം. നമ്മൾ ശൈത്താൻ ഇടപെടുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. നഫ്സുത്തലബിൽ പരാജയപ്പെടുത്തുക, അന്വേഷണ മനസ്സ് പരാജയപ്പെടുത്തുക എന്നത് ശൈത്താൻ ചെയ്യുന്ന വലിയൊരു ജോലിയാണ്. കാരണം അവന്റെ ഇൽമ് തടയപ്പെടും. ഇതിങ്ങനെ കുറച്ചു പോകുന്നതിനനുസരിച്ച് കുട്ടി ചോദ്യത്തിന്റെ സ്റ്റൈല് മാറ്റും. വാപ്പ ഇത് എന്തിനാ എന്ന് ചോദിക്കും. റീസണബിൾ ക്വസ്റ്റ്യൻസിലേക്ക് മാറും. ഇതെന്തിനാ? കുറച്ചു പോകുമ്പോ അങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മൾ അവന് തൃപ്തികരമായ മറുപടി കൊടുക്കണം. മോനെ ഇത് AC ആണ്, അതിന്റെ എല്ലാ വിവരങ്ങളും മോന് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് 10ലൊക്കെ എത്തുമ്പോ പഠിക്കൂട്ടോ. നല്ല മറുപടിയാണ്, കുട്ടിക്ക് സന്തോഷമായി. ഇജിപ്പോ വലിയ ശാസ്ത്രജ്ഞനാവാൻ പോകല്ലേ എന്ന് പറഞ്ഞാലോ? അതാണ് അന്വേഷണ മനസ്സ് പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞത്. ആ കുട്ടി വാപ്പിമ്മയും പറഞ്ഞാൽ കേൾക്കൂല, ഉസ്താദ് പറഞ്ഞാല് കേൾക്കും, മാഷ് പറഞ്ഞാല് കേൾക്കും. ഇതാണ് കുട്ടികൾ വാപ്പയും ഉമ്മയും പറഞ്ഞത് അംഗീകരിക്കാത്തതിന്റെയും ഉസ്താദും മാഷും പറഞ്ഞാൽ സ്വീകരിക്കുന്നതിന്റെയും കാരണം. ഇൽമ കൊടുക്കുന്നവനെ അംഗീകരിക്കുക എന്നത് മനുഷ്യന്റെ അടിസ്ഥാന മനസ്സാണ്. അത് അങ്ങനെ പ്രവർത്തിക്കുള്ളൂ. അപ്പൊ ഇൽമ നൽകുന്നവൻ വാപ്പയും ഉമ്മയുമായിരിക്കണം. നമുക്ക് ഒഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ മറിച്ച് ചേർക്കുകയാണ്, കുഴപ്പമില്ല, നമ്മളതിൽ ഇടപെടണം. ഞാൻ സ്കൂൾ നടത്തുന്നുണ്ട്, സെക്രട്ടറിയാണ്. എന്റെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മലയാളം മീഡിയം സ്കൂൾ ഉണ്ട്, മാർസ് ഉണ്ട്. ഞാൻ എന്റെ സെക്രട്ടറിയാണ്, നടത്തുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ കുട്ടികളുടെ ഫീസ് നേരിട്ട് സ്കൂളിൽ അടക്കാറില്ല. അത് ഞാൻ കുട്ടികളെടുത്ത് കൊടുത്തേക്കും. ഞാനാണ് അവരെ പഠിപ്പിക്കുന്നത് എന്ന് അവരെ അറിയിക്കുക എന്നത് എന്റെ ആവശ്യം. ഞാനാണ് അവരെ പഠിപ്പിക്കണമെന്ന് അവരെ അറിയിക്കണം, അതിന്റെ ആവശ്യമാണ്. കുട്ടികളെ ഇൽമ നമുക്ക് നേരിട്ട് പഠിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ അതിൽ ഇടപെടണം. അത് ഫീസ് നമ്മളെ പോകുമ്പോ അടിച്ചാണ്ട് പോകുന്നത്. വാപ്പാക്ക കയ്യിലൊരു ഒന്നുമില്ല എന്ന് വരാൻ പാടില്ല. വാപ്പയാണ് പഠിപ്പിക്കണതെന്ന് അറിയണം. അത് അവരെ അറിയിക്കുക എന്നുള്ളത് നമ്മളെ ആവശ്യമാണ്. ഉമ്മാക്ക് ചെയ്യാൻ പറ്റും, കുട്ടിയുടെ പുസ്തകമൊക്കെ ഒന്ന് പൊഴിഞ്ഞൊടുക്കുക. രാവിലെ പോകുമ്പോ അവക്കൊന്ന് നേരെ എടുത്ത് ടൈം ടേബിളൊക്കെ നോക്കിയിട്ട് ബാഗിൽ വെച്ചുകൊടുക്കുക. ഇൻസൾട്ട് ചെയ്യാത്ത രൂപത്തില് പുസ്തകവും മറ്റും കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം കൊടുക്കുക. ചന്തിക്ക് താഴെ തൂങ്ങി നിൽക്കുന്ന സ്കൂൾ മദ്രസ ബാഗ് ആരോ നമ്മളെ പറ്റിച്ചതാണ്, ഉറപ്പാണ്. ബഹുമാനിക്കാത്ത ഒരു സാധനം ഉപകാരം ചെയ്യൂല. ബഹുമാനിക്കാത്ത ഒരു സാധനം ഉപകാരം ചെയ്യൂല. ആദരവില്ലാത്ത ഒരു വസ്തുവും ഒരാൾക്ക് ഉപകാരം ചെയ്യൂല. അത് ആരോ നമ്മളെ പറ്റിച്ചതാണ്. ആ ബാഗ് നമ്മളത് ഏറ്റിങ്ങ് നടക്കുക, ചന്തിക്ക് താഴെ തൂങ്ങി നിൽക്കുന്ന മുസാഫിനോട് വരെ നമുക്ക് ആദരവില്ല, അതാൻ പടിയില്ല. മുസാഫ് ഒറയിലിട്ടാണ് നമ്മളെ പഴമക്കാർ സൂക്ഷിച്ചിരുന്നത്. മുസാഫിന്റെ ഒറ എന്ന് പറഞ്ഞിട്ടൊരു ഒറ ഉണ്ടാവും, ഇങ്ങനെ കോണൊക്കെ ഉള്ളൊരു ഒറ, അതിലിട്ടിട്ട് കെട്ടിയിട്ടാണ് സൂക്ഷിക്കുക. നെഞ്ചോട് ചേർത്ത് വെച്ചാണ് മുസാഫുമായി കുട്ടികൾ മദ്രസയിലേക്ക് പോകാറുണ്ടായിരുന്നത്. ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് പോകാറുണ്ടായിരുന്നത്. ഇന്നത് ബാഗാക്കിയിട്ട്, ബാഗാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ച് മുസാഫുള്ള സെഞ്ചിയാണെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പറയണം. നമ്മളും കിതാബും പുസ്തകമൊക്കെ പിടിക്കുമ്പോ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടോ? പ്രതിമ കണ്ടോ? പുസ്തകം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയുടെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാൾ പുസ്തകം നെഞ്ചിനോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. പുസ്തകം, കിതാബ്, ഇൽമിന്റെ എല്ലാ വഴിയും ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട സാധനം. അത് ചന്തിയോട് ചേർത്ത് വെക്കാൻ പാടില്ല. ബഹുമാനിക്കാത്ത ഒരു സാധനം ഉപകാരം ചെയ്യൂല. ഇതൊക്കെ നമ്മൾ കുട്ടികളെ ശരിക്കും പഠിപ്പിക്കണം. അപ്പൊ സംസാരം അവരെ പഠിപ്പിക്കണം. എങ്ങനെയാ സംസാരിക്കേണ്ടത്, ആരോട് ഏത് രൂപത്തിലൊക്കെയാണ് സംസാരിക്കേണ്ടത് എന്ന് കറക്റ്റ്. അഥവാണ് പഠിപ്പിച്ച ഒക്കെ ആയി. അത് പഠിപ്പിച്ച എല്ലാം അവർക്ക് കിട്ടി. ലുക്മാൻ റളിയല്ലാഹു അൻഹു ആണ് തന്റെ മകനെ അദബ് പഠിപ്പിച്ചത്. ലാ തംശി ഫിൽ അർളി മറഹാ, മോനെ
ഭൂമിയിൽ നീ അതിക്രമികൾ നടക്കുന്നത് പോലെ നടക്കരുത് മോനെ. കുട്ടിക്ക് നടത്തം പഠിപ്പിച്ചു. ലാ തംശി ഫിൽ അർളി മറഹ, വേൾഡ് വ്യൂ കൊടുത്തു. മോനെ ലാ തുശ്രിക ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. വേൾഡ് വ്യൂ ആണത്. ലോകത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു കാഴ്ചപ്പാട് വാപ്പ മോന് കൊടുക്കുകയാണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം. വലാ തുസഗിർ ഖദ്ദക ലിന്നാസ്, എറന്ന് നടക്കരുത് മോനെ. അഭിമാനമില്ലാത്ത പച്ചവെള്ളം പോലും കുടിക്കരുത്. അഭിമാനം അതിന് ക്ഷതം വരും വെള്ളം കുടി, എന്നാലൊഴിക്കും അന്നു ഞാനാ നടപടി എന്നാണ് ഇമാം ശാഫിഈ പറയുന്നത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ്. അനക്ക് വെള്ളം കുടിക്കാൻ മുട്ടിയിട്ട് ഇപ്പോഴും മരിക്കുന്നുള്ള അവസ്ഥ വന്നു. പക്ഷെ നീ വാങ്ങിക്കുടിക്കുന്ന വെള്ളം അഭിമാനത്തിന് ക്ഷതം വരുന്നാണെങ്കിൽ ആ വെള്ളം കുടിക്കാതെ മരിക്കലാ നല്ലത്. ഒരു മനുഷ്യന് അഭിമാനം അത്രയും പ്രധാനമാണ്. ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് നബി തങ്ങൾ ഉപദേശിച്ചതാണ്, അലാ ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും ബൈനക്കും ഹറാം കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. അറഫാ ദിവസത്തിലെ അറഫാ മരുഭൂമിയിലെ ഹജ്ജിന്റെ ദിവസം പ്രസംഗിച്ചതാണ്. അല അറിയുക, ഇന്ന അംവാലക്കും തീർച്ചയായും നിങ്ങളുടെ മുതലുകൾ, ഇന്ന അംവാലക്കും നിങ്ങളുടെ മുതലുകൾ, വ ആറാദക്കും നിങ്ങളുടെ, ഇന്ന ദിമാഅക്കും നിങ്ങളുടെ രക്തങ്ങൾ, വ അംവാലക്കും നിങ്ങളുടെ മുതലുകൾ, വ ആറാദക്കും നിങ്ങളുടെ അഭിമാനങ്ങൾ, ബൈനക്കും ഹറാം നിങ്ങൾക്കിടയിൽ പവിത്രമാണ്, കഹുർമതി യൗമിക്കും ഹാദാ നിങ്ങളുടെ ഈ ദിവസത്തിന്റെ പവിത്രത പോലെ പെരുന്നാൾ ദിവസം, ഫീ യൗമിക്കും ഹാദാ ഇന്നത്തെ ഈ ദിവസത്തില്, ഈ അറഫാ ദിവസത്തില്, ഫീ ശഹരിക്കും ഹാദാ ഈ ഹജ്ജ് മാസത്തില്, ഫീ ബലദിക്കും ഹാദാ ഈ പരിശുദ്ധമായ അറഫാ മരുഭൂമിയിൽ, ഈ മരുഭൂമിയിൽ ഇന്നത്തെ മാസം ഈ ദിവസത്തിനുള്ള പ്രത്യേകത പോലെ നിങ്ങളുടെ അഭിമാനം നിങ്ങൾക്കിടയിൽ പവിത്രമാണ്. ഒരു മനുഷ്യന്റെ അഭിമാനം കളയാന്ന് പറഞ്ഞത് വളരെ മോശമാണ്. ആരതാണെങ്കിലും ഒരാളുടെ അഭിമാനം കളയാൻ പാടില്ല. അഭിമാനം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഒരാളുടെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇന്റെ മുതല് നഷ്ടപ്പെടുന്നതുമാതിരി തന്നെ എനിക്ക് ഇങ്ങളെ മുതല് നഷ്ടപ്പെടുമ്പോൾ സങ്കടം വരണം. എന്റെ ശരീരത്തിന് എന്തെങ്കിലും പറ്റുമ്പോൾ എനിക്കുള്ള സങ്കടം പോലെ നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോഴും എനിക്ക് സങ്കടം വരണം. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും ബൈനക്കും ഹറാം. അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് അഭിമാനം. സ്വന്തം അഭിമാനം അങ്ങനെ തന്നെയാണ്, മറ്റൊരാളുടെ അഭിമാനവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ കുട്ടികളെ അദബാണ് പഠിപ്പിക്കേണ്ടത്, വേറെ ഒന്നും പഠിപ്പിക്കണ്ട. പെരുമാറ്റ രീതി, അദബ്, മര്യാദ, വർത്താനം, അദബ് എന്തൊക്കെ ഉണ്ടോ 100% ഒരു കുട്ടിനെ അദബ് പഠിപ്പിക്കുക. അദ്ദിബു ഔലാദക്കും സബ്ആ വഅല്ലിമു ഔലാദക്കും സബ്ആ വലായിബു ഔലാദക്കും സബ്ആ സുമ്മ അർസിലുഹും അലാ ഹാൽ. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി. ലായിബു അബ്നാഅക്കും സബ്ആ നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ 7 കൊല്ലം കളിക്കണം. വഅദ്ദിബു ഔലാദക്കും സബ്ആ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ 7 കൊല്ലം അദബ് പഠിപ്പിക്കണം. വഅല്ലിമു ഔലാദക്കും സബ്ആ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ 7 കൊല്ലം ഇൽമു പഠിപ്പിക്കണം. സുമ്മ അർസിലുഹും അലൽ ഹാൽ പിന്നെ നിങ്ങൾ അവരുടെ പാട്ടിനെ വിട്ടേക്കണം. 7 കൊല്ലം കുട്ടിയോടൊപ്പം കളിക്കുക. 7 വയസ്സ് വരെ നമ്മളെ കുട്ടികൾക്ക്, നമ്മളിത് പറയാൻ പറ്റില്ല, ഞങ്ങൾ ടെൻഷനാക്കിയിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ കുട്ടികൾക്ക് നമ്മളൊപ്പം കളിക്കാൻ അവസരം ഉണ്ടായില്ല എന്നുള്ളത് വലിയൊരു പരാജയം തന്നെയാണ്. പരാജയം തന്നെയെന്ന് നമ്മൾ പറയണല്ലോ. കുട്ടികൾക്ക് വാപ്പാന്റെ ഇമ്മാന്റെ ഒപ്പം കളിക്കാൻ സൗകര്യം കിട്ടാതിരിക്കുക എന്നുള്ളത് പ്രശ്നം തന്നെയാണ്. ലായിബു അബ്നാഅക്കും സബ്ആ നിങ്ങളെ കുട്ടികളെ നിങ്ങൾ 7 കൊല്ലം കളി പഠിപ്പിക്കണം. 7 കൊല്ലം കുട്ടിയോടൊപ്പം കളിക്കുക. അത് കഴിഞ്ഞിട്ടോ
അദ്ദിബൂ അബ്നാഅക്കും സബ്ആ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ 7 കൊല്ലം അദബ് പഠിപ്പിക്കണം. നല്ലോണം ശ്രദ്ധിക്കട്ടോ. 7 വയസ്സായ ഒരു കുട്ടി വാപ്പാനോട് 7 വയസ്സാകാത്ത ഒരു കുട്ടി, 6 വയസ്സുള്ള ഒരു കുട്ടി വാപ്പാനോട് പോട വാപ്പ എന്ന് പറഞ്ഞാൽ ഒന്നും പറയേണ്ടതില്ല. എന്നാൽ 7.5 വയസ്സിലാണ് പോട വാപ്പ എന്ന് പറഞ്ഞതെങ്കിൽ പറയേണ്ടതുണ്ട്. കാരണം അത് അദബ് പഠിപ്പിക്കേണ്ട സമയമാകുന്നു. നമ്മളെ കുട്ടി ഇങ്ങനെ വൈകുന്നേരത്ത് ചോറ് കഴിച്ചിട്ട് ഉമ്മ ഉണ്ടാക്കി കൊടുത്ത ആ ചെറിയ തലേനെടുത്തിട്ട് ഇങ്ങനെ വരില്ലേ, വന്നിട്ട് ഉമ്മാടി ചോദിക്കും, ഉമ്മ ഞാൻ എവിടെ കിടക്കുന്നത്? അപ്പൊ അമ്മ പറയും, മോനെ നമ്മളാ ബെഡ്റൂമിലുണ്ട്, വിരിച്ചിട്ട് മോനവിടെ പോയി കിടന്നു പറയും. അപ്പൊ അവിടെ പോയിട്ട് അള്ളാ പാപ്പ കിടക്കും. അള്ളാ പാപ്പൊന്നുമല്ല, അതൊരു കാഴ്ചപ്പാടാണ്, ശരിക്കും കുഴപ്പമൊന്നുമില്ല. അള്ളാ പാപ്പ ആയതുകൊണ്ടൊന്നല്ല, അതങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്, അതങ്ങനെ നിന്നിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവൻ പോയി കിടക്കും. അതേ സമയത്ത് പിറ്റേന്നും ചോറ് കഴിച്ചിട്ട് മൂപ്പര് ആ തലാണ്, ഈ തലേനെ എവിടുന്ന് എടുത്തത്? ആ ബെഡ്ന്ന്, ആ വിരിപ്പിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഉമ്മാടി ചോദിക്കും, ഉമ്മ ഞാൻ എവിടെ കിടക്കണേ? അപ്പോഴും ഉമ്മ പറയും, എന്ത് ഈ അകത്ത് വിരിച്ചിട്ടുണ്ട്, പോയി കിടന്നു പറയും. അവൻ പോയി കിടക്കും. പിറ്റേന്നും വരും മൂപ്പര എടുത്തിട്ട്. ഓനറിയില്ല ഇന്നലെ അകത്ത് വിരിച്ച് പിന്നെ ഇതിലാ കടന്നത്, നാളെ പോയി കടന്നാൽ പോരെ? ചെയ്യൂല. എന്തിനാ അതിങ്ങനെ ചോദിക്കണത്? നമ്മളെല്ലാം ആലോചിച്ച് ചോദിക്കണോ? അതിന് കിടക്കാൻ മാത്രല്ല, കുട്ടികൾ മൂത്രമൊഴിക്കാൻ മുട്ടി അമ്മാൻ്റെ അടുത്ത്, ഉമ്മ എനിക്ക് പാത്താൻ മുട്ടുണ്ട് പറയും. ഉമ്മ പറയും, ആ ബാത്റൂമിൽ പോയിട്ട് അല്ലെങ്കിൽ ആ പെരയുടെ പിന്നാമ്പുറത്ത് പോയിട്ടാണ് പാത്തിക്കളാറ്. അപ്പം പോയിട്ട് ഉഷാറായിട്ട് മൂത്രമൊഴിച്ച് വരും. 1 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും മൂത്രമൊഴിക്കാൻ മുട്ടും. അപ്പോഴും ഉമ്മാന്റെ അടുത്ത് വരും, ഉമ്മ എനിക്ക് പാത്താൻ മുട്ടുണ്ട് പറയും. അപ്പോഴും ഉമ്മ അറിയില്ല, പെരയുടെ പിന്നാമ്പുറത്ത് പോയിട്ട് പാത്തിക്കോ പറയും. അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വരും. എന്തിനാ അത് ഇങ്ങനെ ഇടക്കിടക്ക് ചോദിക്കണേ? എന്നാ എല്ലാ കാലത്തും കുട്ടിയെ ചോദിക്കൂല. അത് അള്ളാഹു കുട്ടികളിൽ വെച്ചിട്ടുള്ള അലാമത്തുകളാണ്. അള്ളാഹു കുട്ടിയുടെ മേത്ത് വെച്ചിട്ടുള്ള അലാമത്താണ്. ഉമ്മ ഞാൻ എവിടെയാണ് കിടക്കേണ്ടത് എന്ന് ചോദിക്കുന്ന സമയം ഒരു കുട്ടിയെ ഉറങ്ങാൻ പഠിപ്പിക്കേണ്ട സമയമാകുന്നു. അപ്പൊ അന്ന് ഉമ്മ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? വലതു ഭാഗം ചെരിച്ചു കടത്തിയിട്ട് മോനെ ചെല്ല് ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു എന്ന് ചൊല്ലിക്കൊടുത്താല് 4 or 5 ദിവസമേ അത് ചോദിക്കുള്ളൂ. അത്രയും ദിവസം ചെയ്തു കൊടുത്താൽ ആ കുട്ടി വലുതായാൽ മാപ്പിളാര് കടന്നുറങ്ങും പോലെ കടന്നുറങ്ങുകയുള്ളൂ. മാപ്പിളാര് ഉറങ്ങും പോലെ ഉറങ്ങുള്ളൂ. മൂത്രയിക്കാൻ മുട്ടിയിട്ട് കുട്ടി വന്നിട്ട് പറയുമ്പോഴാണ് മൂത്രയിക്കാൻ പഠിപ്പിക്കേണ്ട സമയം. അപ്പ നേരെ കൊണ്ടുപോയിട്ട് ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടുമല്ലാതെ ഇരുത്തി മൂത്രം ഒഴിച്ചതിന് ശേഷം കഴുകി കൊടുക്കണം. 4 or 5 ദിവസമേ ചെയ്യേണ്ടി വരികയുള്ളൂ. അത്രേ ഓൻ ചോദിക്കുള്ളൂ. അവൻ വലുതാകുമ്പോ മാപ്പിളാര് മൂത്രയിക്കും പോലെ മൂത്രയിച്ച് കഴുകി നീച്ചു പോകും. അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഇരുന്ന് നായകൾ മൂത്രമൊഴിക്കും പോലെ അവൻ മൂത്രമൊഴിച്ച് എഴുന്നേറ്റ് പോകും. ഉമ്മയും ബാപ്പി എന്ന് പറഞ്ഞാൽ വലിയ സംഗതി തന്നെയാണ്. ഉമ്മയും ബാപ്പിയും വലിയ വിഷയമാണ്. അപ്പൊ അതൊക്കെ ശരിക്കും പഠിപ്പിക്കേണ്ടതാണ്. കുട്ടികളിൽ അള്ളാഹു എല്ലാതിന്റെ അലാമത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് ചെയ്തു കൊടുത്താൽ മതി. ഒഴിവില്ലെങ്കിൽ പിന്നെ ആ പണിക്ക് നിൽക്കാതിരിക്കാന്നല്ലേ. അല്ല, നമുക്കതിന് പറ്റൂലെങ്കിൽ വാപ്പിയമ്മയാകാനും മൂരിക്കുട്ടിയുടെ ചെലവുള്ളൂ. നല്ല കുട്ടൻ മൂരി ഒന്ന് വാങ്ങുക, ബിരിയാണി ഉണ്ടാക്കുക. വാപ്പിയാകാൻ ഉമ്മയാവാൻ പറ്റും. വാപ്പി ഉമ്മയായി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ദേശം പ്രയാസമുള്ള പരിപാടിയൊക്കെ. വാപ്പയും ഉമ്മയുമായി നിലനിൽക്കാൻ അല്പം പ്രയാസമുണ്ട്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. എന്നാലോ ഒരാൾക്ക് നിലനിൽക്കാൻ പറ്റിയാൽ ഈ ലോകത്തെ എല്ലാം നേടിയവനായി അവൻ. 2 കുട്ടികളെ വാപ്പാകാൻ ഒരാൾക്ക് പറ്റിയാൽ, 3 കുട്ടികളെ വാപ്പാകാൻ ഒരാൾക്ക് പറ്റിയാൽ ഈ ലോകത്തോ എല്ലാം നേടി. അത് കിട്ടിയില്ലെങ്കിൽ ഈ ലോകത്തോ ഒന്നും നേടിയിട്ടില്ല. അപ്പൊ അല്ലാഹു തആല ഓരോ കുട്ടികളിലും അലാമത്തുകൾ ഇങ്ങനെ വെക്കുകയാണ്. കുട്ടികളുടെ ഓരോ ചലനങ്ങളും അങ്ങനെയാണ്. എന്ത് പറഞ്ഞിട്ട് അങ്ങനെ അതിലേക്ക് പോകുന്നത്? 7 വയസ്സ് വരെ. 7 വയസ്സ് വരെ കുട്ടിനേറ്റ് കളിക്കണം എന്ന്. അപ്പൊ 7 വയസ്സ് വരെ കളിക്കാൻ പറ്റിയ സമയമാണ്. 7 വയസ്സിനിടയിലുള്ള സംസാരങ്ങൾ കളി എന്ന അർത്ഥത്തിലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പക്ഷെ 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ പ്രയോഗങ്ങളൊന്നും സമ്മതിക്കാൻ പറ്റൂല. പിന്നെ അദബ് പഠിപ്പിക്കേണ്ട സമയമാണ് 7 കൊല്ലം. അപ്പൊ 7 വരും 14ആയി. പിന്നെ അല്ലിമു ഔലാദക്കും സബഅ, 14 മുതൽ 21 വയസ്സ് വരെയുള്ള സമയം നിങ്ങൾ കുട്ടികൾക്ക് ഇൽമു പഠിപ്പിക്കണം.
സുമ്മ അർസിലൂഹും അലാ ഹാൽ 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ പാട്ടിന് പോട്ടെ എന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും പോലെ നേരെ ആയിക്കോളും. 21 കൊല്ലാണ് ഒരു കുട്ടിനെ ശ്രദ്ധിക്കേണ്ടത്. 21 കൊല്ലം ഒരു കുട്ടിനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നേരെ ആയിക്കോളും. പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, പിന്നെ ഉഷാറായിട്ട് നല്ല കുട്ടിയായിട്ട് അങ്ങനെ പോയിക്കോളും. എന്നാൽ വാപ്പാക്കും ഉമ്മാക്കും ഉപകാരമുള്ള കുട്ടിയായി, വാപ്പാക്കും ഉമ്മാക്കും എല്ലാ നിലക്കും ഉപകാരമുള്ള കുട്ടിയായി അവൻ മാറും. അപ്പൊ അദബ് പഠിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. കുട്ടികൾക്ക് മുഴുവൻ 100% അദബ് നമ്മൾ പഠിപ്പിക്കണം. അത് കുട്ടിയല്ലേ, വലുതാവുമ്പോ നേരെ ഇക്കൊള്ളൊന്നും വെക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് ഔറത്ത് മറക്കൽ നിർബന്ധമില്ല എന്നുള്ളത് ശരിയാണ്. കുട്ടികൾക്ക് ഔറത്ത് മറക്കൽ നിർബന്ധമില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ കുട്ടികളുടെ ഔറത്ത് മറക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. അതല്ല സംഗതി, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കുട്ടിയല്ലേ, അപ്പൊ അതിനകത്തൊന്നും അതിലോട്ട് അവസരട്ട് നടന്നോട്ടെ എന്ന് അങ്ങനല്ല. കുട്ടികൾക്ക് കാണിക്കാവുന്ന ഔറത്തുണ്ട്, അത് ഓക്കെ. വകതിരിവായതോ കണ്ടാൽ ആകർഷിക്കപ്പെടുന്നതോ ആയ കുട്ടികളുടെ ഔറത്ത് ഒഴിവാക്കാൻ പാടില്ല. അത് മറക്കൽ വാപ്പാന്റെ ഉമ്മാന്റെ പേരിൽ നിർബന്ധമാണ്, കുട്ടിക്ക് നിർബന്ധമില്ല. കുട്ടിക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഹിസാബിന്റെ വേളയിൽ കുട്ടിയോട് ചോദിക്കൂല എന്ന് അതിനർത്ഥമുള്ളൂ. വാപ്പാക്കും ഉമ്മാക്കും നല്ല ഇഞ്ചി കുത്ത് കിട്ടും, നല്ല ഇടി കിട്ടും അള്ളാന്റെ അടുത്ത്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഞമ്മക്കാണ് ബുദ്ധിമുട്ട്, കുട്ടിയൊക്കെ ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ശരിയാണ്. അതൊക്കെ പ്രായപൂർത്തി ആകട്ടെ എന്ന് പറഞ്ഞാല് പ്രായപൂർത്തിയായ പിന്നെ നമ്മൾ നോക്കണ്ട, അവന്റെ കാര്യം ഓന നോക്കണ്ടേ. പ്രായപൂർത്തി ആകുന്നത് വരെ നമ്മളാ നോക്കേണ്ടത്. അപ്പൊ വസ്ത്രധാരണയിൽ, പെരുമാറ്റങ്ങളിൽ, സംസാരങ്ങളിൽ, ഭക്ഷണ രീതികളിൽ തുടങ്ങി അദബ് പാലിക്കൽ ആവശ്യമായ എല്ലാ ഏരിയകളിലും നമ്മൾ കുട്ടികളെ അദബ് പഠിപ്പിക്കണം. ഒന്നാമത്തെ അദബ് ഭക്ഷണ മര്യാദ പഠിപ്പിക്കലാണ്. ഒന്നാമത്തെ അദബ് ഭക്ഷണ മര്യാദ പഠിപ്പിക്കലാണ്. സംസാരമൊക്കെ വളരെ ശ്രദ്ധിച്ച് പഠിപ്പിക്കണം. ഗൗസുല്ലാദമിന്റെ ഏറ്റവും വലിയ വിജയം ഉമ്മയാണ്. അല്ലെങ്കിലും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരുപാട് ആളുകൾ ഉമ്മ നോക്കിയ കുട്ടികളാണ്, ഉമ്മാര് നോക്കിയ കുട്ടികളാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഗൗസുല്ലാദം. വാപ്പ ചെറുപ്പത്തിൽ തന്നെ മരിച്ചിരിക്കണം. മുഹ്യിദ്ദീൻ ഷെയ്ഖ്, ഔലിയാക്കളിൽ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ മേലെ പോണ വേറൊരാളില്ലല്ലോ, ഉമ്മയാണ് നോക്കിയത്. കളവ് പറയല്ല എന്നും ചെന്നാരെ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. ഉമ്മ പറഞ്ഞതാണ് മോനെ എന്നുള്ള പറയരുത്. ഇന്ന് ഉമ്മ കളവ് പറയാൻ പറഞ്ഞു കൊടുക്കുന്നു, വാപ്പ കളവ് പറയാൻ പറഞ്ഞു കൊടുക്കുന്നു. കുട്ടിക്ക് ജന്മനാ കളവ് പറയാൻ അറിയില്ല. അള്ളാന്റെ ദുന്യാവിൽ ഒരു കുട്ടിക്കും ജനിക്കുമ്പോ നുണ പറയാൻ അറിയില്ല, സത്യം പറയാനേ അറിയൂ. വാപ്പ അവിടെ ഉണ്ടോന്ന് ചോദിച്ചാല് ഉണ്ട് എന്ന് പറയാനേ കുട്ടിക്കറിയുള്ളൂ. ഉണ്ടായിട്ടില്ല എന്ന് പറയണമെങ്കിൽ വാപ്പ നേരത്തെ പറഞ്ഞു കൊടുക്കണം. ഉണ്ടായിട്ടില്ല എന്ന് പറയണമെങ്കിൽ വാപ്പ നേരത്തെ പറഞ്ഞു കൊടുക്കണം. മോനെ ഫോണ് വെല്ലടിക്കുന്നുണ്ട്, എടുത്തോക്ക്. മാമുട്ടിയാണെങ്കിൽ വാപ്പോടെ ഇല്ല എന്ന് പറഞ്ഞോളട്ടോ എന്ന് പറയണം. അപ്പോഴാണ് കൃണി എന്ന് വെല്ലടിക്കുമ്പോ ഫോൺ എടുത്തിട്ട് ആരാ മാമുട്ടി എന്നാ വാപ്പോടെ ഇല്ല എന്ന് പറയുള്ളൂ. പറഞ്ഞെടുത്താലേ ചെയ്യുള്ളൂ, അല്ലെ ചെയ്യൂല. ജന്മനാ കളവ് പറയാൻ ഒരു കുട്ടിക്ക് കഴിയില്ല, സത്യം പറയാനേ കഴിയുള്ളൂ. പത്തായത്തിനും കൂടി ഇല്ല എന്നൊക്കെ പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ അല്ലഫൽ അലിഫു നിദാമ മദ്ഹി അലൽ അലി അൽ അവല സുതുരി ബിസ്മി لا بدء الخالق لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله കള്ളിശാപ്പിൽ നീ കേറിടാത്തത് സ്വർഗക്കള്ളിനെ മോഹിച്ചിട്ടോ പെണ്ണിനാലെ നീ നാറിടാത്തത്
ഹൂറുൽ ഈനെ നീനച്ചിട്ടോ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളയെ മാത്രം കൊള്ളടോ മറ്റു എല്ലതും റോട്ടിൽ തള്ളടോ അള്ളയുണ്ടെങ്കിലുണ്ട് എല്ലതും ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ